അസ്സലാമലൈക്കും. കുറേ കാലമായിട്ടോ വീഡിയോ എടുത്തിട്ട്, ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ പോവലേന്ന് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതന്ന് നമ്മളൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് എന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് നോക്കുക, കണ്ട് നോക്കുക. അപ്പോൾ അതാ കാണിച്ചു തരേ, ലൈറ്റ് ഇടാട്ടോ. അപ്പോൾ ഞാൻ ചക്കക്കുരു വെച്ച് നല്ലൊരു അടിപൊളി തോരനാട്ടോ ഉണ്ടാക്കാൻ പോണ്. കണ്ടോ, ചക്കക്കുരു തൊലിച്ച് ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചില്ല ഞാൻ. പിന്നെ ഇത് ചിരകി എടുത്തൊന്നും അതൊന്നും കാണിക്കണ്ട വിചാരിച്ച്. പിന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ അതിലേക്ക് തേങ്ങ വേണം, പച്ചമുളക് വേണം, കുറച്ച് മസാലപ്പൊടിയൊക്കെ വേണം കേട്ടോ. പിന്നെ മുരിങ്ങാക്കായി ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞാൽ പോരാ, അതൊന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത്ര നീളത്തിൽ, ഈ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്കിങ്ങനെ കീറിയെടുക്കാം. ഇതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്താൽ. അപ്പോൾ ഞാനതൊന്ന് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ നമുക്ക് ചക്കക്കുരു ഉണ്ടല്ലോ, ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതാ ഈ കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചാൽ മതി. ഒരു 10-20 കുരു ഉണ്ട് കേട്ടോ. ഇതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഒന്ന് വിസിലടിക്കട്ടെ. ലേശം ഉപ്പ് ഇടുക. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഈ ചക്കക്കുരു വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയേ. നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. അപ്പം അതവിടെ കിടന്ന് വേവട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പണി കൂടി ഉണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പം എന്തൊക്കെ ഞങ്ങളെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണ എല്ലാവർക്കും സുഖമാകട്ടെ. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. പനിയൊക്കെ ആയിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. സൗണ്ടിനൊക്കെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അതാ പിന്നെ തീയൊന്ന് കത്തിച്ചിട്ട് ഇന്നത്തെ പേര് ഇതാണ് കേട്ടോ. അപ്പം നമുക്കൊരു വെണ്ടക്കറിയും കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അത് പിന്നെ അങ്ങനെ കാണിക്കണില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ടൊക്കെ ഒന്ന്. വലിയ വീഡിയോ ആയി പോകും ചേട്ടാ. അപ്പോൾ അതാണ്. ഇതൊന്ന് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായിട്ടോ. ലേശം വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ചക്കക്കുരുവിൻ്റെ കാലമല്ലേ ഇപ്പോൾ. അപ്പോൾ എല്ലായിടത്തും ചക്ക ഉണ്ടല്ലോ. ചക്കക്കുരു കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കക്കുരു. അതാ അങ്ങനത്തെ കറികൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടുന്നു. അപ്പം നിങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ലേശം കടുക് ഇട്ടു. അപ്പം നമ്മൾ കുറേ വീഡിയോ ഒക്കെ അതിൽ ചെറുത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വേങ്ങര പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പാർക്കുണ്ട്. എൻ്റെ മക്കളെ നല്ലൊരു സംഭവം ഉണ്ട് അവിടെ ഒന്ന് പോയി കണ്ടു വെക്കൊണ്ട്. അതിലിട്ടിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയിട്ടോ. ഒരു നല്ല സംഭവമാണ്. നല്ലൊരു ചില്ലിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാലം പോലെ കുറേ ദൂരം. എന്തൊരു പൊക്കാണ് അതിനൊന്നും. അതിനാണ് പേടിയാവണം എന്നാലോ നല്ല രസമാണ് അതിന്മേൽ കൂടി ഇങ്ങനെ നടക്കാനൊക്കെ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ അതാ
ഒരു തണ്ട് കറിവേപ്പിട്ട് ഞാൻ ഇനി നമുക്ക് ഈ സവോള ഇട്ട് വരച്ച് കൊടുക്കാം. നല്ല കറിയാണ്, ഇത് മാത്രം മതി. ഞാൻ പിന്നെ ഇവരൊന്ന് ഇവിടെ ഉണ്ടെന്ന് വിഷുവായിട്ട് ലീവല്ലേ, അപ്പോൾ എന്താണ് പിന്നെ കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കറിയും കൂടി വെക്കായേ. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഈ കറിയൊന്നും വേണ്ട, പിന്നെ മതി. ഓൾക്ക് ഇനി കറി വേണമെങ്കിലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുക. വെണ്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ എന്തോരം എളുപ്പമാണ്. ഞങ്ങൾ പെട്ടെന്ന് ഒരു 4 വെല്ലാണ് മുറിച്ചെടുക്കുക, എന്നിട്ടാണ്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണക്കാരൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വലിയ പൈസക്കാരൊന്നും അല്ലല്ലോ, എന്നാലോ നല്ല ടേസ്റ്റുമാണ്. അങ്ങനത്തെ നാടൻ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി മതി. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ ഇടാം. എല്ലാവരും നല്ല വിഷുവൊക്കെ ആഘോഷിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിയട്ടെ. നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കഞ്ഞിക്കും പറ്റും, ചോറ് വേണ്ടിയവർക്ക് അത് കഴിക്കാം, കഞ്ഞി വേണ്ടിയവർക്ക് അത് കഴിക്കാം, ഒക്കെ കഴിക്കട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയ കറിയാണ് ഉണ്ടാക്കുക. ഞാനൊരു ഒരു പിഞ്ച് ഉപ്പിട്ടിന്, നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി മതിയാവൂലേ? മതിയാവുമോ? എന്നിട്ട് തുറക്കാതെ അപ്പോൾ അതൊന്ന് വഴണ്ടി വരുന്നുണ്ട്, ഒന്ന് വഴണ്ടി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 വിസിലായില്ലടി, ഒന്നാണ്. അപ്പോൾ ഞാൻ മുരിങ്ങാക്കായി ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ മുരിങ്ങാക്കായി ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു ഇപ്പോൾ വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു പിഞ്ച് വെള്ളം, കുറച്ച് ഒരു എന്താ പറയുക 2-3 സ്പൂണ്. അപ്പോൾ അതാണ്ടോ ഇതിൻ്റെ പിടിയൊക്കെ പോയിന് കേട്ടോ, പിടിക്കാൻ പറ്റണില്ല. അതാണ്ട് ഈ അടുപ്പിൻ്റെ പുതിയ അടുപ്പേന്ന് വെച്ചാൽ അതിൻ്റെ പിടി പെട്ടെന്ന് പോകും. അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെണ്ടക്കറി വെക്കണ്ടേ. ഇതാ ഒരു 4 വെണ്ട എടുത്തിന്, അതിങ്ങനെ പൊളിച്ചാട്ടെ എടുത്തിന്. കേട ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുത്താണ്. ഒരു തക്കാളിൻ്റെ പകുതി, വലിയ തക്കാളി അതുകൊണ്ട് കുറച്ച് പച്ചമുളക്, ഒരു ഇച്ചിരി എന്താ പറയുക ചുവന്ന ഉള്ളി, വെളുത്ത ഉള്ളിയും കൂടി. ഇത് നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ നല്ലതാണ്. പിന്നെ അത് അതിലേക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിരുന്നു കേട്ടോ. അതിൽ കാണുമ്പോൾ നല്ലോണം കളറുണ്ട്, പക്ഷെ അത്ര ഇല്ല, അത്ര വറുത്തിട്ടില്ല. ഒന്നുകൊണ്ട് ചൂടാക്കിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ വെണ്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്താണ്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ഈ വെണ്ട, അല്ലെങ്കിൽ ഇതിനൊരു വഴുവഴുപ്പല്ലേ. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനതിലേക്കിതാ ഈ വെണ്ടയും ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. തക്കാളി ഇടണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടുക കേട്ടോ. വെണ്ടക്കറിയാണേ. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, 1 സ്പൂണ് മുളക് പൊടി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വെണ്ട ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കുക. ഞാനിത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റുകയാണ് ഞാൻ. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് പാർന്ന് ഒന്ന് വറവിട്ടാൽ മതി. എന്നാൽ
എന്താ ഇപ്പോൾ പറയുക, കറി വെണ്ടക്കറി റെഡിയായി. നമുക്ക് അടുത്ത് നോക്കാം. ഒന്ന് തീ കൊടുത്തിട്ട് നമ്മളെ ചക്കക്കുരൊക്കെ വെന്ത് റെഡിയായി വന്നിരുന്നു കേട്ടോ. മുരിങ്ങാക്കായി ഒന്ന് വെന്തണോ നോക്കാം. ഓ, മുരിങ്ങാക്കായും വെന്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇതിക്ക് പൊടികളാണ് ഇടുന്നത് കേട്ടോ. പൊടികൾ ഇടാൻ പോവുകയാണ്. കുറച്ച് എന്താണ് ചുമന്ന മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ശരി. പിന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പം കുറച്ച് എന്താണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിഞ്ചിടുക. അപ്പോൾ അതൊന്നും ഇളക്കിയിട്ട് നമുക്ക് ചക്കക്കുരു വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം. ചക്കക്കുരു വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അതതിൽ നിന്നോട്ടെ, അല്ലെങ്കിൽ പറ്റ ഉണങ്ങിക്കൊണ്ടാവും. ചക്കക്കുരുവൊക്കെ നല്ല അടിപൊളിയായി വെന്താണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു മുരിങ്ങാക്കായി എന്താണ് തോരൻ. അപ്പം നമുക്ക് ഇതിക്ക് ഈ മുളകും തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്നിങ്ങനെ ഞെരടിയാൽ മതിട്ടോ കൈ കൊണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ഭാഗം തേങ്ങ, അരമുറിൻ്റെ കാൽ ഭാഗം, തോനെയൊന്നും ഇടണ്ട. ഇത് ഒതുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ചിരകി ഒന്ന് കൈ കൊണ്ട് തിരിഞ്ഞെടുത്താണ്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് കുറവാണ്. ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെ ചക്കക്കുരു മുരിങ്ങാക്കായി തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ആവി ഒഴിച്ചാൽ മതി. അപ്പം ഇതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്ന് തൂവി കൊടുത്താൽ മതിട്ടോ. അപ്പം ഇത് റെഡിയായി. നമുക്ക് എന്താണ് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അത് ഇത്ര പണിയേ ഉള്ളൂ. ഇതിപ്പോൾ റെഡിയായിരുന്നു. ഞാൻ തീ ഓഫാക്കണം. വെക്കല്ലേ അല്ലേ? ഇത് വെന്തോ? കറിയിട്ടൊന്നും കഴിക്കുന്നതൊക്കെ വെറുതെ വിയർക്കുക, കുഴക്കാവുക. എത്ര ബദലായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഉപ്പ് പൊടി തേങ്ങ നരക്ക് എന്നിട്ടാക്കിയാൽ പോരെ. ഇതിപ്പോൾ വരും എന്തിന് തക്കാളി ഒന്ന് ആയാൽ മതി.
ചട്ടിയൊന്ന് ഒഴിവാക്കി തന്നാൽ പെട്ടെന്ന് ഇവിടെ വറവിടാം. എന്തൊരാവി വരക്കും. ഇവിടെ ഞാൻ ഉള്ളി ഒരു ഉള്ളി ഇവിടെ വെച്ച് തേങ്ങ അരച്ച് വയ്ക്കണം പറഞ്ഞാൽ നല്ല ഉക്കില്ലാതെ ചെയ്യാനിട്ട് അത്രയും വരും. എവിടെ നിൽക്കാൻ കഴിയുള്ളൂ, കിടക്ക തന്നെ വേണം. ഇനി അരച്ചതിക്കണം പറഞ്ഞാൽ എന്തൊരാവീന അപ്പോൾ അത് നമ്മളെ എന്താണ് വെണ്ടക്കറി തിളച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങ വയ്ക്കട്ടോ. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് വറവിട്ടാവും, പെട്ടെന്നാവും. ഇപ്പം നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചാണ് ഒന്ന് വറവിടും. ഒരു 2 ചെറിയ ചുവന്ന ഉള്ളി അരിഞ്ഞ് അതുകൊണ്ടാട്ടോ വറവിടുന്നത്. കടുകൊന്നും ഇടുന്നില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും. കറിവേപ്പിൻ്റെ ഇല വറ്റൽമുളക് വറവിടാൻ. അപ്പം നമ്മൾ കറിക്ക് വറവിട്ട് വയ്ക്കാം. എന്താണ് കറിവേപ്പിൻ്റെ ഒരു തണ്ട ഇട്ടിക്ക. നമ്മളെ കറി റെഡിയായി. ഇതല്ല വെണ്ടക്കറി തീ ഓഫാക്കിനെ. ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ തളിച്ചു കൊണ്ട് നിൽക്കും. മൺചട്ടിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പം അത് റെഡിയായി. അതാണ് നമ്മളെ പേരിയും കറി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.